Dear students, a very good morning to all. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ പല എൻട്രൻസിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ പാർട്ട് 1 ആയിരുന്നു. 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പാർട്ട് 1ൽ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന 11ാമത്തെ തൊട്ട് 20ാമത്തെ വരെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. നമുക്ക് 11th ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയലിലെ 26ാമത്തെ ക്വസ്റ്റ്യൻ. A real gas most closely approaches the ideal behavior at which of the following conditions? തന്നിരിക്കുന്ന ഗ്യാസ് റിയൽ ഗ്യാസ് ആണ്. അത് ഏകദേശം ഐഡിയൽ ബിഹേവിയറിലേക്ക് എത്തണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ 5 കണ്ടീഷൻസ് ആണ്. ആദ്യത്തെ കണ്ടീഷൻസ് 0.5 ATM 500 കെൽവിൻ, 1 ATM 500 കെൽവിൻ, 15 ATM 273 കെൽവിൻ, 1 ATM 273 കെൽവിൻ, 500 ATM 273. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ റിയൽ ഗ്യാസ് most closely approaches the ideal behavior at which temperature നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കണ്ടോ. A real gas approaches ideal behavior at തന്നിരിക്കുന്നതിൽ ഏതാണോ അതിലെ ഹയസ്റ്റ് ടെമ്പറേച്ചറും ആ കോമ്പിനേഷനിലെ ലോ പ്രഷർ. ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷർ. ഇവിടുത്തെ ടെമ്പറേച്ചർ നോക്കാം. തന്നിരിക്കുന്ന കോമ്പിനേഷനിലെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ ഇത് 2 അതിൽ ലോ പ്രഷർ. ഹൈ ടെമ്പറേച്ചർ മാത്രം നോക്കിയാൽ പറ്റത്തില്ല, ലോ പ്രഷറും കൂടി നോക്കും. ഇപ്പൊ ഈ എയും ബിയും വരാം ആൻസർ എന്നാകും. അതിൽ ലോ പ്രഷർ 0.5 ATM. സോ ഇറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ആൻസർ ഓഫ് 11th ക്വസ്റ്റ്യൻ നമ്മുടെ മെറ്റീരിയലിലെ 26ാമത്തെ ക്വസ്റ്റ്യൻ്റെത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഇനി നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്ന 12ാമത്തെ ക്വസ്റ്റ്യൻ മെറ്റീരിയലിലെ 32ാമത്തെ ക്വസ്റ്റ്യൻ. എ സർട്ടൈൻ സാമ്പിൾ ഓഫ് ഗ്യാസ് ഹാസ് എ വോളിയം ഓഫ് 0.2 ലിറ്റർ മെഷേർഡ് അറ്റ് 1 ATM പ്രഷർ 0 degrees Celsius അറ്റ് ദ സെയിം പ്രഷർ ബട്ട് അറ്റ് 273 degrees Celsius. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ മാറി, പ്രഷർ മാത്രം സെയിം, ദ വോളിയം വിൽ ബി. അപ്പൊ പ്രഷർ സെയിം ആണ്. പിന്നെ ബന്ധങ്ങൾ എടുത്തേക്കുന്ന ആരൊക്കെ തമ്മിലാണ്? വോളിയവും ടെമ്പറേച്ചർ. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ആൾറെഡി അറിയാം. അത് വെച്ച് പോകുമ്പോൾ കണ്ടോ, V1/T1 is equal to V2/T2. 0.2 273 കെൽവിൻ. V2 അറിഞ്ഞുകൂടാ, കണ്ടുപിടിക്കണം. by 546 ടെമ്പറേച്ചർ. V1/T1 equal to V2/T2 relation യൂസ് ചെയ്തു because the pressure is remaining the same. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. we will get V2 is equal to 0.4 ലിറ്റർ. V2 is equal to 0.4 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് 32nd ക്വസ്റ്റ്യൻ. സോ ദ 32nd ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 0.4 ലിറ്റർ എന്ന് കിട്ടും. 13ാമത്തെ ക്വസ്റ്റ്യനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മെറ്റീരിയലിലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയലിലെ 38ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following expression give the variation of density of ideal gas with the change in temperature? ഏത് എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമുക്കൊരു ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ഒരു ബന്ധം എടുക്കാൻ പറ്റുന്നത്? നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു dRT/PM. അത് വെച്ചിട്ട് നമുക്ക് D1/D2 റേഷ്യോ എടുക്കാൻ പറ്റും. D1/D2 ഈസ് ഈക്വൽ ടു എത്ര വരും എന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. സോ 38th ക്വസ്റ്റ്യൻ ആണ്. 38th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നോക്കിയോ, D ഈസ് ഈക്വൽ ടു PM/RT എന്ന് വെച്ചാൽ ഡെൻസിറ്റി 1ഉം ടെമ്പറേച്ചർ 1ഉം ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പൊ D1 ഈസ് ഈക്വൽ ടു 1/T1 or D1/D2 ഈസ് ഈക്വൽ ടു എന്ത് വരും? D1/D2 ഈസ് ഈക്വൽ ടു T2/T1 എന്നൊക്കെ തന്നെ ആയിരിക്കും എക്സ്പ്രഷൻസ് വരാൻ പോകും. അപ്പൊ നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ നോക്കുക, നമ്മുടെ ഇക്വേഷൻ എന്തുവാ കിടക്കുന്നേ? നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നത് എന്തുവാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജസ്റ്റ് എക്സ്പ്രഷൻ നിങ്ങൾ നോക്കുക. എക്സ്പ്രഷൻ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന എക്സ്പ്രഷൻ എന്തുവാ? ഡെൻസിറ്റി D ഈസ് ഈക്വൽ ടു PM/RT ആണ്. PM/RT. അപ്പൊ PM/RT എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്.
നമ്മൾ ഈ പറഞ്ഞ റിലേഷൻ അസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ഇൻവേഴ്സ് റിലേഷനാണ്. ഇൻവേഴ്സ് റിലേഷൻ. അപ്പോ ഇൻവേഴ്സ് റിലേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടോ, ഒരു ഗിവൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ ഗീവ് ദ വേരിയേഷൻ ഓഫ് ഡെൻസിറ്റി ഓഫ് ഐഡിയൽ ഗ്യാസ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ഡെൻസിറ്റി T2 ഈസ് ഈക്വൽ ടു D1 into T1 by T2 എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബോക്സ് ആണ് ആൻസർ വരും. ഓപ്ഷൻ ബോക്സ്. D2 is equal to D1 by T2 എന്ന് കിട്ടും. അത് എങ്ങനെയാ സത്യം പറഞ്ഞാൽ എങ്ങനെ എടുക്കാവുള്ളതെന്നറിയോ? D1 by D2 by D1 is equal to T1 by T2 എന്ന് വരും. നിങ്ങൾ ഇത്രമാത്രം വിചാരിച്ചാൽ മതി. ഇതിനെ സത്യത്തിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ എങ്ങനെയാ? ഡെൻസിറ്റി D D2 by D1 is equal to എന്ത് വരും? T1 by T1 by T2 എന്ന് വരും. ഓക്കെ, സോ D2 by D1 is equal to T1 by T2 ആണ്. ഇങ്ങനെയാണ് കിട്ടാവൂ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഇതിലൊന്നും തന്നിട്ടില്ല. നമ്മുടെ ഈ 4 ഓപ്ഷൻസ് ഇത് വരുന്നില്ല. അപ്പൊ നമ്മൾ ഇതിനെ ക്രോസ് ചെയ്ത് എടുക്കാൻ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ടാകും നോക്കാം. അപ്പൊ T1 by T2 അതേപോലെ ഇരിക്കുന്നു ഇൻറ്റു D1 ചെയ്തു. അപ്പൊ D2 is equal to D1 into T1 by T2. So the answer is option box ആണ് ഇവിടത്തെ ആൻസർ. So the answer is option box. ഓപ്ഷൻ ബോക്സ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. So the answer here is എന്ത് വരും? ഓപ്ഷൻ ബോക്സ്. D2 is equal to D1 into T1 by T2. റിലേഷൻ എടുത്തൊന്നുമില്ല. ഡെൻസിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും വരുന്നത്. ഈ ഇൻവേഴ്സ് റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? റിലേഷൻ ഉണ്ടാക്കി. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ 4 ഓപ്ഷൻസിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ D2-ന് എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നു. D2 is equal to D1 into T1 by T2 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തതായി വരുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ളത് മെറ്റീരിയലിലെ 39ാമത്തെ ക്വസ്റ്റ്യൻ അഥവാ നമ്മുടെ സെലക്ട് ചെയ്തേക്കുന്ന 14ാമത്തെ ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ മെറ്റീരിയലിലെ 39ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ തിരഞ്ഞെടുക്കുന്നതിലെ 14ാമത്തെ ക്വസ്റ്റ്യനും ഇതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: which of the following pair of gases will diffuse at the same rate under similar conditions? സിമിലർ ആണ്. അപ്പൊ മോളിക്കുലാർ മാസ് ഈക്വൽ ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കും സെയിം റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. അപ്പൊ ഗ്രഹാംസ് ലോ പ്രകാരം നമ്മൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ, സെയിം മോളിക്കുലാർ മാസ് സെയിം റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആണ് 39,000. ഇതിൽ ഓപ്ഷൻസിൽ ഏത് പേരിനാണ് സെയിം? CO2ന്റെ മോളിക്കുലാർ മാസ് എടുത്തെ കാർബണിന്റെ 12, ഓക്സിജന്റെ 32, O2 വരുമ്പോഴത്തേക്ക് 32 പ്ലസ് 12 44. N2 എന്ന് പറയുമ്പോൾ നൈട്രജൻ 2 വരുമ്പോൾ 28 പ്ലസ് ഓക്സിജന്റെ 16 വരുമ്പോൾ 44. സെയിം മോളിക്കുലാർ മാസ് വരുന്നു. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഗോയിങ് ടു നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്ന 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റീരിയലിലെ 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു kinetic theory of gases, in an ideal gas between two successive collisions a gas molecule travels. ഒരു സക്സസീവ് ഐഡിയ കൈനറ്റിക് തിയറി ഒക്കെ നിങ്ങൾ ഫിസിക്സിലും പഠിച്ചതാണ്. കൈനറ്റിക് തിയറിയിൽ പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യുന്നു. ആ പാർട്ടിക്കിൾസ് ഒരു കൊളിഷനിൽ നിന്ന് അടുത്ത കൊളിഷനിൽ എത്തുന്നതിന് മുമ്പ് അവർ ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസിലാണ്, അല്ല ഒരിക്കലും
സിക്സാക് മാനറിലോ ബ്രൗണിയൻ മൂവ്മെന്റ് പോലെയൊന്നും മൂവ് ചെയ്യാറില്ല. സോ ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ പാത്ത്, ഓപ്ഷൻ സി. ഇനി നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് നമ്മുടെ മെറ്റീരിയലിന്റെ 52ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ ഷോസ് ആൻ അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ എനർജി വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/the radius in the 6th power, where r is the distance between two interacting molecules. Then the type of attractive interaction is dipole-dipole interaction. കാര്യം dipole-dipole interaction ഓർഡർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് 10⁻⁻⁶ റേഞ്ചിലാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ r⁻⁶ പവർ ഇതാണ്. ഈ ഒരു വെച്ചിട്ടാണ് ഇതിട്ട് ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് അത് ഓർത്ത് വെക്കാൻ പറ്റുന്നെങ്കിൽ ഓർത്ത് വെച്ചേക്കാം, അല്ലാതെ അതിൽ വേറെ ഡെറിവേഷൻ അത് വന്നതിന് ഒരു വഴിയോ ഒന്നുമില്ല. പിന്നെ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നമ്മുടെ മെറ്റീരിയലിലെ 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 17ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് മീഥേൻ ഈസ് twice that of x. Twice that of x എന്നാണ്. Then the molecular mass of x is, നമ്മൾ ഗ്രഹാംസ് ലാ ബേസ് ചെയ്താണ് ഇതും എടുത്തത്. The rate of diffusion of methane is twice that of x. The molecular mass of x is, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റേഷ്യോ എടുക്കും. 54ാമത്തെ ക്വസ്റ്റ്യൻ. Rate of diffusion of methane by rate of diffusion അറിഞ്ഞൂടാത്ത കോമ്പൗണ്ട് x will be equal to the molecular mass of square root of the molecular mass of x by മീഥേന്റെ മോളിക്കുലാർ മാസ് നിങ്ങൾക്ക് അറിയാലോ എത്രയാ. CH4 ന്റെ മോളിക്കുലാർ മാസ് എത്ര? 16 കൊടുത്തു. അപ്പൊ എത്ര വരും? വാല്യൂസ് കൊടുത്തു. ഇവിടെ എക്സും 2x ഒക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് റേറ്റ് ഡബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ടു 2 ടൈംസ് ആണെന്ന് റേഷ്യോ എടുത്തു. 2 എന്ന് എടുത്തു. അപ്പം റൂട്ട് ഓഫ് mx ബൈ റൂട്ട് 16 എന്ന് വെച്ചാൽ എത്ര? 4. 4 into 2 എത്ര വരുന്നത്? 8. 8നെ സ്ക്വയർ റൂട്ട് മാറ്റണം. സ്ക്വയർ റൂട്ട് സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. റൂട്ട് mx-നെ സ്ക്വയർ ചെയ്യുമ്പോൾ mx ആവും. 8നെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് 64 ആവും. 8 സ്ക്വയർ ഈസ് 64. സോ ഇറ്റ് ഈസ് 64. അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻസിലെ മെറ്റീരിയലിലെ 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് മീഥേൻ ഈസ് ട്വൈസ് ദാറ്റ് ഓഫ്, നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. അതിന്റെ ആൻസർ എത്ര? 64u. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിലെ 57ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഡെൻസിറ്റി ഓഫ് നിയോൺ വിൽ ബി ദി ഹയസ്റ്റ് അറ്റ്, അതായത് നിയോൺ എന്ന് പറഞ്ഞ എലമെന്റ് അതിന്റെ മാസം ഫിക്സഡ് ആണ്. അതിന് എപ്പോഴായിരിക്കും ഡെൻസിറ്റി ഹയസ്റ്റ് ആവും? ഡെൻസിറ്റി ഹയസ്റ്റ് ആവുന്നത് തന്നിരിക്കുന്ന കോമ്പിനേഷനിൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ ഹയസ്റ്റ് പ്രഷർ. ഇവിടെ തന്നിരിക്കുന്ന ഹൈ പ്രഷർ ഏതാണ്? 280 280. അതിനെക്കാട്ടി വലിയൊരു പ്രഷർ ഇല്ലല്ലോ. STP എന്ന് വെച്ചാൽ അവിടുത്തെ പ്രഷർ 180 ആണ്. 180 280 280 രണ്ടും 280. ഇനി ലോ ടെമ്പറേച്ചർ ഏതാ? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബോക്സ്. അപ്പോ ഇതിന്റെ റീസൺ ജസ്റ്റ് ഇങ്ങനെയാണ് അവര് റീസൺ അതിന് പറഞ്ഞേക്കുന്നത്. Density is more at low temperature and high pressure. Typical result ആയിട്ട് പഠിച്ചു. Going to next question. നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്ന 19ാമത്തെ ക്വസ്റ്റ്യൻ മെറ്റീരിയലിലെ 58ാമത്തെ ക്വസ്റ്റ്യൻ. The gas with the highest rate of diffusion at constant temperature. ടെമ്പറേച്ചറോട് മാറുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുക. അപ്പോഴത്തേക്ക് with highest rate of diffusion. ഇതിനെ നമ്മൾ ഗ്രഹാംസ് ലാസ് ആണ് പോകുന്നത്. അപ്പൊ നിയോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, ലാഫിംഗ് ഗ്യാസ് എന്ന് വെച്ചാൽ നൈട്രജൻ ആണ്, ടിയർ ഗ്യാസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് പുറത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഏതിനാണെന്ന് ചോദിക്കും. നിയോണിനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കുറവ് മാസ്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അതിലും ഒരു ടിപ്പിക്കൽ റിസൾട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അക്കോർഡിംഗ് ടു ലീ എന്ന് പറയുന്നത് ലീസ്റ്റ് മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് കുറഞ്ഞ ആൾക്കാർക്ക് റേറ്റ് ഓഫ് ഡിഫ്യൂഷനും കൂടുതൽ. അതായത് വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് പാറിപ്പറന്ന് നടക്കാൻ എളുപ്പം. വെയിറ്റ് കൂടി ആനയ്ക്ക് പാറിപ്പറന്ന് ഓടാൻ പറ്റും ഇല്ല. വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണ് പാറിപ്പറന്ന് നടക്കാൻ എളുപ്പം, ഓടി ഓടി നിൽക്കാൻ എളുപ്പം. അതുകൊണ്ട് ലീസ്റ്റ് മോളിക്കുലാർ മാസ് ഉള്ളവൻ തന്നെയായിരിക്കും ഹയസ്റ്റ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അക്കോർഡിംഗ് ടു ഗ്രഹാംസ് ലാ. അടുത്തതായി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 20th ക്വസ്റ്റ്യൻ ആയിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത് മെറ്റീരിയലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഈസ് ആപ്ലിക്കബിൾ ടു. ആപ്ലിക്കബിൾ ആണെന്ന് എന്തുവാ? നോൺ റിയാക്ടിങ് ഗ്യാസസ് ആണ്. നോൺ റിയാക്ട് തമ്മിൽ റിയാക്ട് ചെയ്തവരൊക്കെ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നോട്ട് ആപ്ലിക്കബിൾ എന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യുന്നവരിൽ ഒരിക്കലും എന്ത് വരത്തില്ല? ആപ്ലിക്കബിൾ വരത്തില്ല. നോട്ട് ആപ്ലിക്കബിൾ ടു NH3 HCl തമ്മിൽ കയറി റിയാക്ട് ചെയ്ത്. CO2 CO2 ഒരിക്കലും തമ്മിൽ റിയാക്ട് ചെയ്യില്ല. H2 Cl2 തമ്മിൽ ഒരിക്കലും റിയാക്ട് ചെയ്യില്ല. അപ്പോൾ വിച്ച് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു എന്ന് പറയുന്നത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു
സർ കിടക്കുന്നു. റിയാക്ടിങ് ഗ്യാസസ് ടു ഫോം സോളിഡ് ഉണ്ടാവും. ആദ്യത്തെ ഓപ്ഷൻ റിയാക്ട് ജി, തമ്മിൽ റിയാക്ട് ചെയ്യുന്ന ഗ്യാസസ് ആണ് ആരൊക്കെ? NH3 HCl. These are reacting gases, so Dalton's law cannot be applicable to reacting gases or reacting reactions. That is ammonia HCl തമ്മിൽ റിയാക്ട് ചെയ്യുന്ന ഗ്യാസ് ആണ്, അവർക്ക് ഇത് ആപ്ലിക്കബിൾ ആകില്ല, നോട്ട് ആപ്ലിക്കബിൾ ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പല എൻട്രൻസ് ബേസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ന്യൂമറിക്കൽസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ NCERT ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് ഏത് പറയുന്നത്, ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിന്റെ എസൻഷ്യൽ തിയറിയുമായിട്ട് കാണാം. Till then, goodbye, thank you.